നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കർശന ഉപാധികളാണ് ഇപ്പോൾ രാഹുലിന് മുന്നിൽ നിരത്തിയിരിക്കുന്നത്. ഇതോടെ നിലവിലുള്ള 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്ന അവസ്ഥ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം. ഹൈക്കോടതിയിൽ അതിശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. യുവതിയെ മാനസികമായി തകർത്ത് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു രാഹുൽ എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അതിശക്തമായി വാദിച്ചു. ജാമ്യം അനുവദിക്കുന്നത് തനിക്ക് ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ രാഹുൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആദ്യ പരാതിക്കാരി ഹൈക്കോടതിയോട് പറഞ്ഞു. കേസിന്റെ വാദം നടക്കുമ്പോൾ യുവതിയുടെ മൊഴി പരിശോധിക്കുന്നത് വഴി ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി ചില സംശയങ്ങൾ പ്രകടമാക്കി. വിവാഹിതയായ ഒരു യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റല്ല എന്നതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാതിരിക്കും എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. തുടക്കം മുതൽ പ്രോസിക്യൂഷന്റെ അതിശക്തവാദങ്ങൾ. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം ഉഭയസമ്മതപ്രകാരമാണ് ഇത്തരമൊരു ബന്ധം നടന്നത് എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിലും നഗ്നചിത്രങ്ങൾ പകർത്തി എന്ന കാര്യത്തിലും കോടതി വ്യക്തമായ സംശയം പ്രകടിപ്പിച്ചു. നിലവിലുള്ള 3 കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന നിയമക്കുരുക്കിൽ നിന്ന് രാഹുൽ താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പന്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. തിങ്കളാഴ്ച രാഹുൽ രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. വൈകുന്നേരം 4 മണി വരെ രാഹുലിനെ ചോദ്യം ചെയ്യാം. ഈ സമയം കസ്റ്റഡിയായി കണക്കാക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവ ഈ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. കേരളം വിട്ട് ഒരു കാരണവശാലും രാഹുൽ പുറത്തേക്ക് പോകരുത്. ഏറെ നിർണായക വേളയിലാണ് ഇപ്പോൾ ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ജാമ്യം നിഷേധിച്ചിരുന്നു എങ്കിൽ രാഹുൽ അകപ്പെടുമായിരുന്ന വെല്ലുവിളി ചില്ലറയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഹുൽ ഇപ്പോൾ നിയമക്കുരുക്കിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ കോൺഗ്രസിനെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആര് എന്ന ചോദ്യം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ 3 കേസുകളിലും ജാമ്യം നേടി രാഹുൽ പുറത്തേക്കിറങ്ങുന്നത്. പാലക്കാട്ടേക്ക് താൻ ജനങ്ങളുടെ അടുക്കലേക്ക് പോകുന്നുവെന്നാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. രാഹുലിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലും മറ്റ് സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ പാലക്കാട്ടേക്ക് സ്വാഗതം എന്ന് ശക്തമായ മുദ്രാവാക്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകും എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വിവാദം പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ നിയമസ്വതന്ത്രനായി പുറത്തേക്ക് വരുന്നത്. വരുംകാലങ്ങളിൽ രാഹുലിനെതിരെ പുതിയ കേസുകൾ ഉയർന്നു വരുമെന്ന് രാഹുലിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള പരാതികൾ അപ്പോൾ കാണാമെന്ന ഭാവമാണ് പൊതുവെ രാഹുലിനും രാഹുൽ ആർമിക്കുമൊക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിജീവിതകളെ പൊളിച്ചെടുക്കുന്ന നീക്കമായിരുന്നു രാഹുൽ ആർമിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. ഫെനി നയനാനടക്കം അതിജീവിതകളെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോരിനിറങ്ങി. രാഹുലിന് നേർക്ക് അതിശക്ത വിമർശനങ്ങൾ ഉയർത്തി പരിഹാസത്തോടെ കടന്നുവന്ന MA ഷഹനാസിനെ പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ ഉയർത്തി. രാഹുലിനെതിരെ തുറന്നുപറച്ചിലുമായി ആദ്യം രംഗത്തെത്തിയ നടി റിനി ആൻ ജോർജ് പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിശബ്ദയായി. രാഹുൽ പീഡിപ്പിച്ച അതിജീവിതയെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് നേരെയും അതിശക്തമായ വിമർശനങ്ങൾ രാഹുൽ പട ഉയർത്തി. രാഹുലിനെതിരെ പരിഹാസമുയർത്തിയ MA ഷഹനാസിനെതിരെ പരാതി കൊടുക്കുന്നതിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തി. അതിശക്തമായി തിരിച്ചടിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുലിന് ആശ്വാസമാകുന്ന ഹൈക്കോടതി വിധി. രാഹുലിനെതിരെയുള്ള 2ാം പരാതിക്കാരിയുടെ കേസിൽ നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. രാഹുലിനെതിരെ ഉയർന്നു വന്ന 3ാം പരാതിക്കാരിയുടെ പരാതിയിന്മേലെടുത്ത കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഏകദേശം 3 ആഴ്ചയോളം റിമാൻഡിൽ കഴിഞ്ഞ രാഹുൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയതോടെ പുറത്തിറങ്ങി. പിന്നീട് രാഹുൽ സമാനതകളില്ലാത്ത തലത്തിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന പൊതുബോധമാണ് പൊതുവെ
രാഹുലിന് ഒരു അനുകൂല തരംഗം സൃഷ്ടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ. എന്നാൽ പത്രങ്ങളും കേരളത്തിലെ മുഖ്യധാര ചാനലുകളുമൊക്കെ രാഹുൽ വിരുദ്ധ ക്യാമ്പയിൻ ഇപ്പോഴും തുടരുകയാണ്. സമൂഹം രണ്ട് ചേരിയായി രാഹുൽ വിഷയത്തിൽ മാറുന്നതും രാഹുലിന് കൂടുതൽ അനുകൂല തരംഗം സൃഷ്ടിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. ഇതിനിടയിൽ പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെ തങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി ആഹ്വാനം ചെയ്തു. പാലക്കാട് പല ഭാഗങ്ങളിലും ഇപ്പോൾ പോസ്റ്ററുകൾ വരെ പ്രത്യക്ഷപ്പെടുന്നു. അടുത്ത സ്ഥാനാർത്ഥി രാഹുൽ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് പാലക്കാട്ടെ ജനങ്ങൾ. കോൺഗ്രസിനുള്ളിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് ഒരു കൂട്ടർ രാഹുലിന് അനുകൂലമായും മറുവിഭാഗം രാഹുലിനെതിരായും ഇപ്പോഴും സംസാരങ്ങളിൽ വ്യാപൃതരാണ്. വി.ഡി. സതീശനും കെ. മുരളീധരനും അടക്കമുള്ള നേതാക്കളാണ് തുടക്കത്തിൽ രാഹുലിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടത്. പിന്നീട് കെ. മുരളീധരൻ നിശബ്ദനായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രാമുഖ്യം കുറയുമോ എന്ന് ഭയന്ന കെ. മുരളീധരൻ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ ആക്രമണവും നേരിട്ടു. എന്നാൽ ഇപ്പോൾ യാത്ര നടത്തുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളിൽ അകപ്പെടാൻ താൽപ്പര്യപ്പെടുന്നില്ല. പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് യാതൊരുവിധ സൂചനയും സതീശനോ കോൺഗ്രസ് ക്യാമ്പുകളോ പുറത്തേക്ക് വിടുന്നുമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മത്സരിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും താനൊരു കോൺഗ്രസ്സുകാരനായി തുടരുമെന്നാണ് രാഹുൽ 24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ രാഹുലിനോട് അടുപ്പമുള്ളവർ പറയുന്നു രാഹുലിൻ്റെ നിലപാട് അതാണെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ രാഹുൽ തയ്യാറെടുക്കുകയാണെന്ന്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ? അത് കോൺഗ്രസിനെ ഏതൊക്കെ തലങ്ങളിൽ സമ്മർദ്ദത്തിലാഴ്ത്തും? നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതുവഴി കോൺഗ്രസ് വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കടുത്ത ബോംബുകൾ തുടർച്ചയായി ഭരണപക്ഷം രാഹുലിനെതിരെ തൊടുത്തിട്ടും അതൊന്നും കോൺഗ്രസ് പാർട്ടിയെ ഏശാതിരുന്നതിൻ്റെ മുഖ്യ കാരണം രാഹുലിനെ പാർട്ടി പുറത്താക്കി എന്നത് തന്നെ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തന്ത്രം വിലപ്പോകില്ല എന്ന് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം മനസ്സിലാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായ പ്രചരണങ്ങളിലേക്ക് കടക്കുമ്പോൾ രാഹുൽ വിഷയം ഒരുപക്ഷെ കോൺഗ്രസിന് തന്നെ എതിരായി ഭവിച്ചാലോ? രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തും. ഇപ്പോഴും ഷാഫി പറമ്പിൽ തൻ്റെ രാഷ്ട്രീയ ഗുരു തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ പാങ്കൂട്ടം. രാഹുലിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കവർ ഫോട്ടോ രാഹുലും ഷാഫിയും ഒത്തു നിൽക്കുന്ന ആ ഫോട്ടോ തന്നെ. രാഹുലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിറയെ ആളുകൾ പാലക്കാട്ട് മത്സരിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാം. നിയമ പോരാട്ടങ്ങളിൽ കരുത്തോടെ നിന്ന് പോരാടി ഒടുവിൽ 3 കേസുകളിലും ജാമ്യം നേടി കരുത്തനായി തന്നെയാണ് പാലക്കാട്ടേക്കുള്ള രാഹുലിൻ്റെ യാത്ര. രാഹുലിനെതിരെ ഏകദേശം 10ഓളം പരാതികൾ തങ്ങളുടെ മൂശിയിൽ കരുതി വച്ചിട്ടുണ്ട് എന്ന് സൈബർ സഖാക്കൾ സൈബർ ഇടങ്ങളിൽ ആക്രോശമുയർത്തുമ്പോൾ മറുവശത്ത് ആ പരാതിയെടുത്ത് പുറത്തിടാൻ രാഹുലിൻ്റെ ആഹ്വാനം. എന്തായാലും രാഷ്ട്രീയ വേട്ടയെ മറികടക്കുന്ന രാഹുലിനെ ജനങ്ങൾ വരവേൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. രാഹുലിനെതിരെ ഉയർന്ന പരാതികളിലെ ധാർമ്മികതയല്ല, മറിച്ച് രാഹുലിനെതിരെ നടന്ന രാഷ്ട്രീയ വേട്ട തന്നെയായിരുന്നു കേരളത്തിലെ മുഖ്യ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും രാഹുലിന് ഒരു അനുകൂല തരംഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.